അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഭൂമിയിൽ മനുഷ്യർക്ക് മാർഗദർശനം നൽകാനായി അള്ളാഹു ഇടയ്ക്കിടെ പ്രവാചകന്മാരെ ആദം നബി അലൈഹിസ്സലാമിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ അയച്ചുകൊണ്ടേയിരുന്നു. അവരെപ്പറ്റി മുഴുവൻ നമുക്ക് വിവരമൊന്നും കിട്ടിയിട്ടില്ല. 1,24,000 അമ്പിയാക്കളും 313 മുർസലീങ്ങളും ഉണ്ട് എന്നാണ് ഹദീസുകളിൽ വരുന്നത്. 25 പ്രവാചകന്മാരുടെ പേരുകൾ മാത്രമാണ് ഖുർആനിലുള്ളത്. അവരിൽപ്പെട്ട ഒരു പ്രവാചകനാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിൻ്റെ മകനായ ശീശ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ മകൻ അനുഷിൻ്റെ പുത്രൻ കിനാനിൻ്റെ പുത്രൻ മഹിലായിൽ മകൻ ബർദിൻ്റെ പുത്രനാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം. അദ്ദേഹം മറ്റ് നബിമാരെ പോലെ തന്നെ ജനങ്ങളെ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹം ജനങ്ങളോട്, അല്ലെങ്കിൽ അക്കാലത്ത് ജനങ്ങൾ വിഗ്രഹാരാധന തുടങ്ങി കഴിഞ്ഞൊരു ഘട്ടമായിരുന്നു, അത് മഹാപാപമാണെന്നും മനുഷ്യൻ്റെ കഠിന ശത്രുവായ ചെകുത്താൻ്റെ വഴിയാണെന്നും ഇദ്രീസ് നബി അലൈഹി ഇസ്ലാം അവരോട് പ്രബോധനം നടത്തി. ഇബ്ലീസിൻ്റെ വഞ്ചനകളെപ്പറ്റി ജനങ്ങളെ പ്രബുദ്ധരാക്കി. പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും സുഹൃതരായി ജീവിക്കാനും ആഹ്വാനം ചെയ്തു. ചിലർ സ്വീകരിച്ചു, മറ്റുള്ളവർ ഇബ്ലീസിൻ്റെ വലയിൽ പെട്ടുപോയി. ദുനിയാവിൻ്റെ നൈമിഷിക സുഖങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന പാമരന്മാരായ ആളുകളെ ഇദ്രീസ് നബി അലൈഹിസ്സലാം ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. ഇത് വെറും ഒരു സ്വപ്ന ലോകമാണ്, പരീക്ഷണ ഭൂമിയാണ്, ശാശ്വത സുഖലോകം സ്വർഗമാണ്. ആ സ്വർഗത്തിൻ്റെ കൃഷിസ്ഥലമായി ഈ ദുനിയാവിനെ, അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം ഇത്യാദി സതുപദേശങ്ങൾ നൽകിക്കൊണ്ട് ഏതാനും വർഷങ്ങൾ ഇദ്രീസ് നബി അലൈഹി ഇസ്ലാം പ്രബോധന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി. ഇദ്രീസ് അലൈഹി ഇസ്ലാമിനെ നാം ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തിയിരിക്കുന്നു എന്ന് ഖുർആനിൽ അള്ളാഹു പറയുന്നു. ഒരു ദിവസം അസ്രായിൽ അലൈഹി ഇസ്ലാം എന്ന മലക്ക് ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മുന്നിൽ വന്നു. നബി ചോദിച്ചു, നിങ്ങളാരാ? ഞാൻ റൂഹിനെ പിടിക്കുന്ന മലക്ക് അസ്രായിലാണ് എന്ന് വന്നയാൾ മറുപടി നൽകി. എങ്ങനെയാണ് റൂഹിനെ പിടിക്കുക? ഇദ്രീസ് നബി ചോദിച്ചു. നബിയെ, അത് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എങ്കിൽ എൻ്റെ റൂഹിനെ ഒന്ന് പിടിച്ച് കാണിച്ചു തരിക. റൂഹിനെ പിടിക്കുകയോ? കഠിനമായ വേദനയുണ്ടാകും. മാത്രമല്ല, അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ ആരുടെയും റൂഹിനെ പിടിക്കാൻ എനിക്ക് അധികാരമില്ല എന്ന് ഈ മലക്ക് അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു.
എന്നാൽ അള്ളാഹുവിൻ്റെ അനുമതി വാങ്ങി എൻ്റെ റൂഹിനെ ഒന്ന് പിടിക്കൂ എന്നായി ഇദ്രീസ് നബി അലൈഹിസ്സലാം. അസ്രായേൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് അനുമതിക്ക് അപേക്ഷിച്ചു. അള്ളാഹു അനുമതി നൽകി. മലക്ക് ഇദ്രീസ് നബി അലൈഹിസ്സലാമിൻ്റെ റൂഹിനെ പിടിച്ചെടുത്തു. പിന്നെ അള്ളാഹു അദ്ദേഹത്തെ ഉടനെ തന്നെ ജീവിപ്പിക്കുകയും ചെയ്തു. മലക്ക് ചോദിച്ചു, എങ്ങനെയുണ്ട് നബിയെ മരണവേദന? ജീവനോടെ തോല് പൊളിച്ചെടുക്കുന്ന വേദന ഞാൻ അനുഭവിച്ചു. നബിയെ, ഞാൻ എത്ര മാർദ്ദവത്തോടെയാണെന്നോ താങ്കളുടെ റൂഹിനെ പിടിച്ചത്. ഇപ്പോൾ മരണത്തിൻ്റെ വേദന എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലായില്ലേ എന്നായി മലക്ക്. മനസ്സിലായി. ഇനി എനിക്ക് നരകമൊന്ന് കാണണം എന്ന് പറഞ്ഞു ഇദ്രീസ് അലൈഹിസ്സലാം. അതിന് അള്ളാഹുവിൻ്റെ അനുമതി വേണം എന്ന് മലക്ക്. എന്നാൽ പെട്ടെന്ന് അനുമതി വാങ്ങണമെന്ന് ഇദ്രീസ് നബി അലൈഹിസ്സലാം. മലക്ക് അള്ളാഹുവിനോട് അനുമതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അള്ളാഹു പറഞ്ഞു, അദ്ദേഹം ആഗ്രഹിക്കുന്നതെല്ലാം കാണിച്ചു കൊടുത്തേക്കാൻ. മലക്ക് ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ നരകത്തിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, എന്താണ് അവിടെ കാണുന്നത്? മലകൾ പോലെയുള്ള തീപ്പൊരികൾ ഉതിർക്കുന്ന നരകം കണ്ട് നബി ഞെട്ടിപ്പോയി. നബി പറഞ്ഞു, നമുക്ക് പോകാം. ഈ ഭീകരമായ ദൃശ്യം കാണാൻ എന്നെ കൊണ്ട് വയ്യ. എനിക്കിനി സ്വർഗം കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. മലക്ക് അദ്ദേഹത്തിന് സ്വർഗം കാണിച്ചു കൊടുത്തു. എന്താ സ്വർഗം? രത്നഖചിതവും അമ്പരചുംബികളുമായ കൊട്ടാരങ്ങൾ, മുത്തും പവിഴവും ചിതറിക്കിടക്കുന്ന ഉദ്യാനങ്ങൾ, അപ്സര സുന്ദരിമാരുടെ നൃത്തനൃത്യങ്ങൾ, പാലും തേനും ഒഴുകുന്ന അരുവികൾ, അങ്ങനെ എല്ലാ സുഖസൗകര്യങ്ങളുടെയും കേദാരമായ സ്വർഗം കണ്ടപ്പോൾ നബി പറഞ്ഞു, എനിക്കതിലൊന്ന് കയറി നോക്കണം. അത് പാടില്ല. കടക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രത്യേക അനുമതി വേണം. എന്നാൽ പെട്ടെന്ന് അനുമതി വാങ്ങൂ നബി പറഞ്ഞു. മലക്ക് അള്ളാഹുവിനോട് അനുമതിക്കായി പ്രാർത്ഥിച്ചു. അള്ളാഹു അനുവദിച്ചു. ഇദ്രീസ് നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ കടന്നു. അങ്ങനെ സ്വർഗത്തിലെത്തിയപ്പോൾ അദ്ദേഹം മലക്കിനോട് പറഞ്ഞു, ഞാൻ ഇനി പുറത്ത് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം മലക്ക് പറഞ്ഞു, അതെന്താ പറ്റില്ല? അത് പറ്റൂല. അപ്പോൾ ഇദ്രീസ് നബി ചോദിച്ചു, എന്താ പറ്റാത്ത കാരണം? അപ്പം അസ്രായേൽ അലൈഹിസ്സലാം പറഞ്ഞു, മരണത്തിന് ശേഷമല്ലാതെ സ്വർഗത്തിൽ സ്ഥിരതാമസമാക്കാൻ പറ്റില്ല. അപ്പോൾ ഇദ്രീസ് അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ നേരത്തെ മരിച്ചല്ലോ, നിങ്ങളല്ലേ എൻ്റെ റൂഹിനെ പിടിച്ചത്. മാത്രമല്ല സ്വർഗത്തിൽ കടന്നാൽ പിന്നെ പുറത്തു പോകേണ്ടി വരികയില്ലെന്ന് അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഉണ്ടല്ലോ. മലക്ക് വിഷമിച്ചു. വല്ലാത്തൊരു കുടുക്കിലല്ലേ കുടുങ്ങിയേ. ഉടനെ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായി, അസ്രായേൽ, താങ്കൾക്ക് പോവാം, അദ്ദേഹം സ്വർഗത്തിൽ വസിച്ചു കൊള്ളട്ടെ. അങ്ങനെയാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ എത്തിപ്പെട്ടത്. സൂഫിയാക്കളായ തത്വജ്ഞാനികൾ പറയുന്നു, ഭൂമിയിൽ ഖിയാമത്ത് നാൾ വരെ ഖിദർ നബി അലൈഹിസ്സലാമും ഇല്യാസ് നബി അലൈഹിസ്സലാമും ജീവിച്ചിരിക്കുന്നു. ആകാശത്തിൽ ഈസാ നബി അലൈഹിസ്സലാമും സ്വർഗത്തിൽ ഇദ്രീസ് നബി അലൈഹിസ്സലാമും ജീവിച്ചിരിക്കുന്നത് പോലെ മഹാത്മാവിൻ്റെ കൂടെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.